നയനയുടെയും ആദർശിൻ്റെയും പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഡേവിഡ് ആണെങ്കിൽ വക്കീലിനെ കണ്ടിട്ട് പറയുന്നുണ്ട് കേട്ടോ, പോലീസുകാരൻ എൻ്റെ ആളായതുകൊണ്ട് എന്തായാലും അവിടെ നിന്ന് ജാമ്യം കൊടുത്തിട്ടൊന്നുമില്ല. ഇനി നമുക്ക് കോടതിയെ സ്വാധീനിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വക്കീലിൻ്റെ കഴിവ് അവിടെ വേണം തെളിയിക്കാനെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആദർശിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ പോലീസുകാരുടെ അടുത്ത് ഒരു തെറ്റും ചെയ്യാതാണ് എൻ്റെ ഭാര്യയെ താൻ കൊണ്ടുപോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ പോലീസ് പറയുന്നുണ്ട്, തൊണ്ടി മുതലോട് കൂടിയാണ് ഞാൻ എന്തായാലും ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ നമ്മൾ മുത്തശ്ശിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കും കേട്ടോ. എന്തായാലും നയനമൊക്കെ ജാമ്യം കിട്ടും, എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുത്തില്ലല്ലോ, അപ്പോൾ ഇനി കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലൊക്കെ നമ്മൾ മുത്തശ്ശിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് നോക്കാം, നവീമോനല്ലേ കേസ് വാദിക്കുന്നതെന്നൊക്കെ നമ്മൾ മുത്തശ്ശിയെടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മൾ നവീനാണെങ്കിൽ പോലീസിനെ ആണെങ്കിൽ കോടതിയിലിട്ട് നല്ല പോലീസ് അടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ പോലീസ് മുമ്പ് ഒരു കേസിലൊക്കെ ഇയാൾ കുടുങ്ങിയത്, അപ്പോൾ കൈക്കൂലിയൊക്കെ മേടിച്ചൊരു കേസിലൊക്കെ ഇയാൾ പെട്ടത്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നവീനാണെങ്കിൽ ആ കേസ് കുത്തിപ്പൊക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നവീൻ ചോദിക്കുന്നുണ്ട്, അന്ന് താൻ എത്ര കൈക്കൂലിയൊക്കെയാണ് വാങ്ങിച്ചതെന്നൊക്കെ നമ്മൾ നവീന പോലീസിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ആകപ്പെട്ട ഒരു അവസ്ഥയിലൊക്കെ അയാൾ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നയനെ ഇട്ട് പൊളിച്ചെടുക്കാൻ വേണ്ടി വന്ന് ഇപ്പോൾ അവസാനം പോലീസിനെ ഇട്ട് നമ്മൾ നവീനാണെങ്കിൽ പൊളിച്ചടിക്കുകയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.